Opening Hours with MyFin. ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ഹൗസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് സുരജ് സർ. ഹാപ്പി മോർണിംഗ് നിഖിൽ. സർ, ഇന്നത്തെ ഒരു ട്രേഡിംഗ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു സ്റ്റാർട്ടിംഗ് ആണ് സ്വീകരിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 0.5% ചേർന്ന് നിൽക്കുന്ന ഒരു നേട്ടമുണ്ടാക്കുന്നു. ഗ്ലോബലി പരിശോധിക്കുകയാണെങ്കിൽ US മാർക്കറ്റ് അതായത് ഇന്നത്തെ ഒരു ട്രേഡിംഗ് ദിവസം അവധിയായിരിക്കും. ഏഷ്യൻ മാർക്കറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചൈനീസ് മാർക്കറ്റ് നോക്കുകയാണെങ്കിലും ലൂനാർ ന്യൂ ഇയറിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഒരു ദീർഘമായിട്ടുള്ള അവധിയിൽ തന്നെയാണ് നിലവിൽ ഇപ്പോൾ ചൈനീസ് മാർക്കറ്റും കടന്നിരിക്കുന്നത്. US നിന്നൊക്കെയുള്ള ഒരു ടേക്ക് ഓവർ ഡാറ്റ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരുന്നത് CPI കോർ CPI ഡാറ്റ തന്നെയായിരുന്നു. അതായത് പ്രതീക്ഷകൾക്കും താഴെ നിലനിന്നിരുന്ന ഒരു ഇൻഫ്ലേഷൻ റേറ്റ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും ഇൻഫ്ലേഷൻ റേറ്റ് US കുറഞ്ഞതുകൊണ്ട് തന്നെ ഒരു റേറ്റ് കട്ടിനും മറ്റൊക്കെയുള്ള ഒരു സാധ്യതകളും നിലവിലിപ്പോൾ കുറച്ചുകൂടി വർദ്ധിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണുള്ളത് എന്നതും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ പല രീതിയിലുള്ള ഒരു ഡിസ്റപ്ഷൻസും ഇപ്പോഴും നിലനിൽക്കുന്നു. US സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ AI ഡിസ്റപ്ഷൻസ് വിപണിയിൽ ഇടയ്ക്കിടയ്ക്ക് തന്നെ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. ചൈനയിലേക്ക് നോക്കുകയാണെങ്കിലും ചൈനീസ് ഏർണിങ്സിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വന്നിരുന്ന ഒരു ഡാറ്റ അത്ര പോസിറ്റീവ് അല്ല. മുൻപുണ്ടായിരുന്ന അത്ര തന്നെ ഒരു കുതിപ്പ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ചൈനീസ് മാർക്കറ്റിന് സാധിക്കില്ല എന്നൊരു രീതിയിലുള്ള ഒരു കണക്കുകളും ഒക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ജാപ്പനീസ് മാർക്കറ്റൊക്കെ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ആ ഒരു റാലിക്ക് ശേഷം ഉണ്ടായിരുന്ന വലിയ രീതിയിലുള്ള ഒരു കുതിപ്പിന് ശേഷം ഇപ്പോൾ കുറച്ചുകൂടി ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്ക് കടക്കുന്നു. ജപ്പാൻ്റെ GDP ഡാറ്റയും അത്ര പോസിറ്റീവായിട്ടുള്ള ഒരു പ്രകടനമായിരുന്നില്ല രേഖപ്പെടുത്തിയത്. പ്രഷ്യസ് മെറ്റൽസിലേക്ക് വരികയാണെങ്കിലും ഒരു സൈഡ് വൈസ് മൊമെൻറ്റം തന്നെയാണ് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടും ഉണ്ടായിരുന്നത്. ഇന്ത്യൻ മാർക്കറ്റുകളിലേക്ക് വരികയാണെങ്കിൽ IT-യിലൊക്കെ തന്നെയുള്ള ഒരു ഇടിവ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അവസാനത്തെ ഒരു സെഷനൊക്കെ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റിലുള്ള ADR ഒക്കെ തന്നെ ഒരു മികച്ച പ്രകടനം രേഖപ്പെടുത്തിയത് തന്നെ IT സ്റ്റോക്കുകളിൽ കുറച്ചുകൂടി ഒരു മികച്ച പ്രകടനത്തിനുള്ളൊരു ഇൻഡിക്കേഷൻ നൽകിയിട്ടുണ്ടെങ്കിലും ഇന്നിപ്പോൾ ഇൻഫോസിസ് അടക്കമുള്ള ഓഹരികൾ ഇപ്പോഴൊരു ഓപ്പൺ ചെയ്ത സമയത്ത് ഏകദേശം 1% മുകളിലേക്കുള്ളൊരു ഇടിവിലേക്ക് നീങ്ങിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അങ്ങനെ മാർക്കറ്റ് നോക്കുമ്പോൾ അത്രത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും തന്നെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ലെങ്കിലും ഇന്നലത്തെ ഒരു ദിവസം എല്ലാ ഇന്ത്യക്കാർക്കും വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസം തന്നെയായിരിക്കും. ഒരു ക്ലിനിക്കൽ പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു രീതിയിൽ തന്നെ നമ്മൾ പാകിസ്ഥാനെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് ഈ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാമെന്ന് തോന്നുന്നു സുരജ് സർ. നിഖിൽ, ബ്രാൻഡ് ന്യൂ ഡേ, ബ്രാൻഡ് ന്യൂ വീക്ക് അല്ലേ? ബട്ട് ഈവൻ ദെൻ നമ്മളെ സംബന്ധിച്ച് ഏതൊരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ വീക്ക് നമ്മൾ സൺഡേ സ്റ്റാർട്ട് ചെയ്ത് വളരെ ഹാപ്പി നോട്ടിലാണെന്നുള്ളതാണ് കറക്റ്റ് വാക്കാണ് എനിക്ക് യൂസ് ചെയ്തത്. അതായത് ക്ലിനിക്കൽ പെർഫോമൻസ് അല്ലേ? അതും പാകിസ്ഥാനെതിരെയുള്ള വിജയം എന്ന് പറയുന്നത് ഇതിൽ കൂടുതലൊരു സ്വീറ്റ്നെസ് ഒരു കാര്യത്തിന് നമുക്ക് തരാനില്ല ഒരു ഇന്ത്യൻ ഫാനിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ള. അതുമാത്രമല്ല ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ICC മെൻസ് T20 വേൾഡ് കപ്പിൻ്റെ സൂപ്പർ 8 കൂടി ക്വാളിഫൈ ചെയ്തേക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ടു അവർ സിസ്റ്റേഴ്സ്, മദേഴ്സ് ആൻഡ് ഡോട്ടേഴ്സ്, ഇന്ത്യൻ വിമൻസ് ക്രിക്കറ്റ് ടീം അതായത് ഇന്ത്യ A beat Pakistan A in Women's Asia Cup Rising Stars 2026. അപ്പോൾ അവർക്ക് കൂടി നമ്മുടെ ഒരു എന്താ പറയുക കൺഗ്രാലേഷൻസ് ആൻഡ് എന്താ പറയുക ഒരു സന്തോഷകരമായിട്ടുള്ളൊരു ദിവസമായിരുന്നു ഇന്നലെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ളതാണ് ഒരു വശത്ത്. രണ്ടാമത് അങ്ങനത്തെയൊക്കെ സന്തോഷങ്ങൾ നമുക്ക് ഒരു സ്ഥലത്ത് തന്നെ തരുമ്പോൾ ഞായറാഴ്ച ഈ കളി കഴിഞ്ഞ് നമ്മൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് രാവിലെ നാളെ അതായത് ഇന്നത്തെ ദിവസം നമ്മൾ അഭിമുഖീകരിക്കേണ്ടത് ഇന്ത്യൻ മാർക്കറ്റിൻ്റെയാണെന്നും ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ചലഞ്ചസ് ആയിട്ടുള്ള IT സെക്ടറിനെയും കൂടെ നമുക്കൊന്ന് കാണേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു ചെറിയൊരു ആങ്സൈറ്റിയും കൂടെ ഉണ്ടായിട്ടാണ് നമ്മൾ കിടന്നുറങ്ങിയത് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഒരു സന്തോഷത്തിൻ്റെ പുറകെ ഒരു സങ്കടമുണ്ട്, ഒരു സങ്കടത്തിൻ്റെ പുറകെ സന്തോഷമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇൻസിഡൻ്റ്ലി നമ്മളിപ്പോൾ ഇവിടുത്തെ ഒരു ഗ്ലോബൽ സബ്ജക്റ്റ് തന്നെ അതായത് ഗ്ലോബൽ ടോക്കിംഗ് പോയിന്റ് തന്നെ SaaS കമ്പനീസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ സർവീസസിനെ AI റീപ്ലേസ് ചെയ്യോ എന്നുള്ളൊരു ഡിബേറ്റാണ് ഗ്ലോബലി ഇന്ത്യൻ മാർക്കറ്റിൽ നടക്കുന്നത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന രീതിയിൽ വേണം ഈ പറഞ്ഞ പോലെ ഓരോ ടൂൾസ് പുതിയ AI ടൂൾസ് വരുംതോറും ഓരോ ഡൊമൈനിൽ വരുംതോറും SaaS കമ്പനീസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ കമ്പനീസിൻ്റെ സ്റ്റോക്ക് പ്രൈസസിൽ ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് വരുന്നു. നിഖിൽ ഈ പറഞ്ഞ പോലെ ഇന്നും ഇന്ത്യൻ മാർക്കറ്റ് തുടങ്ങാൻ നേരത്തെ ഏതാണ്ട് 0.5 to 1% ഇന്ത്യൻ IT കമ്പനീസ് ഡൗൺ ആണെന്നുള്ളൊരു ഇൻഫർമേഷൻ വരുന്നു എന്നല്ല. ഈ ഡിബേറ്റ് ലോകത്ത് നിലനിൽക്കുമ്പോൾ തന്നെ നിഖിൽ ഇന്ത്യയിൽ ഇന്ന് ഇന്ത്യ AI ഇമ്പാക്റ്റ് സബ്മിറ്റ് 2026 ന്യൂഡൽഹിയിൽ അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇമ്പാക്റ്റ് സബ്മിറ്റ് 2026 അതായത് ഞാൻ കേട്ടത് പല ഹോട്ടൽസും ഈ സബ്മിറ്റ് കാരണം ഏതാണ്ട് എനിക്ക് തോന്നുന്നു ആ 4-5 ദിവസത്തെ ഒരു പരിപാടിയാണെന്ന് തോന്നുന്നു. അതായത് February 16 to February 20 വരെ ഉണ്ടെന്നുള്ള ലോകത്തുള്ള സകല പേഴ്സണാലിറ്റീസും വരുന്നുണ്ട് എന്നുള്ള AI-യെക്കുറിച്ചുള്ള ഡിസ്കഷൻസ്, ഡെലിബറേഷൻസ്, പല എന്താ പറയുക റൗണ്ട് ടേബിൾ കോൺഫറൻസസ് ഒക്കെ ഏതാണ്ട് 500ഓളം ഈ പറയുന്ന പോലെ എന്താ പറയുക ഒരു സെഷൻസ് അവിടെ നടക്കുന്നു എന്നുള്ളതാണ്.
ഡൽഹിയിലെ പല ഹോട്ടൽസും ഓവർ ബുക്ക്ഡ് ആണ്. ഞാൻ ചില ന്യൂസ് ആർട്ടിക്കിൾസൊക്കെ വായിച്ചത് താജിൻ്റെയൊക്കെ പല ഹോട്ടൽസും ഏതാണ്ട് 15 ലക്ഷം രൂപ വരെ ഒരു ഓവർനൈറ്റ് സ്റ്റേക്ക് ചാർജ് ചെയ്യണം. അത്രയ്ക്ക് മാത്രം ഡെലിഗേറ്റ്സ് ന്യൂഡൽഹിയിലുണ്ട് AI സമ്മിറ്റ് എന്നുള്ളതിലാണ്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സുന്ദർ പിച്ചൈ, ഫേമസ് പേഴ്സണാലിറ്റി, ഗൂഗിൾ ആൽഫബറ്റിൻ്റെ സുന്ദർ പിച്ചൈ ഉണ്ട്, സാം ആൾട്ട്മാൻ ഉണ്ട് ഓപ്പൺ ഐയുടെ, ജെൻസൺ വരുന്നില്ല എന്നാണ് പറയുന്നത് NVIDIAയുടെ, അങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ലാസ്റ്റ് ഇൻഫർമേഷൻ. ബിൽ ഗേറ്റ്സ് ഉണ്ട്, പിന്നെ ആന്ത്രോപ്പിക്കിൻ്റെ ഡാരിയോ ഉണ്ട്, മിസ്ട്രാൾ AIയുടെ ആർത്തർ ഉണ്ട്, അഡോബിയുടെ ശന്തനു ഉണ്ട്, അക്സെഞ്ചറിൻ്റെ ജൂലി ഉണ്ട്, മൈക്രോസോഫ്റ്റിൻ്റെ ബ്രാഡ് സ്മിത്ത് ഉണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള പേഴ്സണാലിറ്റീസ് വരുന്നു എന്നുള്ള ഗ്ലോബൽ ലീഡേഴ്സായ ഇമ്മാനുവൽ മൈക്രോൺ ഉണ്ട്. അതുമാത്രമല്ല ലൂയിസ് ഡിസിൽവ ബ്രസീൽ, അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഉണ്ട്. ഇന്ത്യൻ ഇൻഡസ്ട്രി ലീഡേഴ്സായ മുകേഷ് അംബാനി, എൻ ചന്ദ്രശേഖർ, നന്ദ നിലേക്കാനി, റോഷ്നി നാടാർ, സുനിൽ ഭാരതി മെറ്റൽ, കിരൺ മജുംദാർ ഷാ. ഒരു പവർ പാക്ഡ് ആയിട്ടുള്ള സെഷൻ ഫെബ്രുവരി 16 to 20 നടക്കുന്നുണ്ടല്ല. പ്രത്യേകത എന്താ? ഇന്ത്യൻ സോഫ്റ്റ്വെയർ കമ്പനീസിന് എങ്ങനെയാണ് ഇമ്പാക്റ്റ് വരുന്നതെന്നുള്ള ഡിസ്കഷൻ ഒരു സൈഡിൽ, ഇപ്പുറത്ത് AIയുടെ ഒരു വലിയൊരു സമ്മിറ്റ് ന്യൂഡൽഹി നടക്കുന്നു എന്നുള്ളതാണ്. രണ്ടും കൂടെ ചേർത്ത് വെച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് രസകരമായിട്ടുള്ളൊരു കാര്യം. ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് US മാർക്കറ്റ് ക്ലോസ്ഡ് ആണ്. അതായത് പ്രസിഡൻസ് ഡേ ഫെബ്രുവരി 16 US മാർക്കറ്റ് ഹോളിഡേ ആണെന്നുള്ളതാണ്. നമ്മൾ ഗ്ലോബലി മറ്റുള്ള മാർക്കറ്റിലേക്ക് വരുമ്പോൾ ചൈനീസ് മാർക്കറ്റ് ഏതാണ്ട് ഈ ആഴ്ച കംപ്ലീറ്റ് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ക്ലോസ്ഡ് ആണ്. ഫെബ്രുവരി 23, അതായത് ലൂണാർ ന്യൂ ഇയർ പ്രമാണിച്ച് ഫെബ്രുവരി 23 വരെ ചൈനീസ് മാർക്കറ്റ്സും ക്ലോസ്ഡ് ആണെന്നുള്ളത്. അപ്പോൾ ഒരു കൺസേൺ ഉണ്ടായിരുന്നു വെച്ചാൽ ഈ ചൈനീസ് മാർക്കറ്റ് ക്ലോഷർ ആയത് കാരണം, ഏതാണ്ട് ഒരാഴ്ചത്തോളമുള്ള അവധി കാരണം പല ചൈനീസ് ട്രേഡേഴ്സും അവരുടെ പൊസിഷൻസ്, എസ്പെഷ്യലി ചൈനീസ് ട്രേഡേഴ്സ് കൂടുതലും പ്രഷ്യസ് മെറ്റൽസ്, കമ്മോഡിറ്റീസ്, മെറ്റൽസ് എന്നിങ്ങനെയുള്ള അസറ്റ് ക്ലാസ്സസിൽ അല്ലെങ്കിൽ അങ്ങനത്തെ എന്താ പറയുക ഇൻസ്ട്രുമെൻസിലാണ് അവർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹോളിഡേക്ക് പോകുന്നതിന് മുമ്പ് അവരൊക്കെ അവരുടെ പൊസിഷൻസ് സ്ക്വയർ ഓഫ് ചെയ്ത് പോവും എന്നുള്ളൊരു ആശങ്ക മാർക്കറ്റിന് ഉണ്ട് എന്നുള്ള. അപ്പോൾ ചൈനീസ് മാർക്കറ്റിലും വലിയ ആക്ഷൻ ഉണ്ടാവില്ല, ഇന്ന് US മാർക്കറ്റിലും വലിയ ആക്ഷൻ ഉണ്ടാവില്ല എന്നുള്ളതാണ്. പിന്നെ ഫെബ്രുവരി 20 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് സുപ്രീം കോർട്ടിൻ്റെ റൂളിംഗ്, അതായത് ട്രംപിൻ്റെ ടാരിഫ് ഉണ്ടല്ലോ, ഈ ടാരിഫ് വച്ചത് ഇല്ലീഗലാണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നതിൻ്റെ വീണ്ടും സുപ്രീം കോടതിയുടെ ഒരു സിറ്റിംഗ് ഫെബ്രുവരി 20 വരുന്നു. റൂളിംഗ് ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, പലപ്പോഴായിട്ട് റൂളിംഗ് പോസ്റ്റ്പോൺ ചെയ്തു എന്നുള്ള ഫെബ്രുവരി 20 വരുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ വെനസ്ഡേ വരാൻ പോണ ആഴ്ചയിലെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ വെനസ്ഡേയിൽ FOMC MPC മീറ്റിംഗ് കഴിഞ്ഞല്ലോ, അതിൻ്റെ മിനിറ്റ്സും പുറത്തു വരും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസും എന്താണ് ഫെഡ് US ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ചും US എക്കണോമിയെക്കുറിച്ചും US ഗ്രോത്തിനെ കുറിച്ചും US ജോബ്സിൻ്റെ കാര്യത്തിലും എന്താണ് മിനിറ്റ്സിൽ പറഞ്ഞേക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന കാര്യം. അപ്പോൾ ഈ ആഴ്ച പൊതുവെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സബ്മിറ്റ് ഡൽഹിയിലോട്ട് നടക്കുന്ന കൂടെ തന്നെ കുറച്ച് ഗ്ലോബൽ ക്യൂസും ഡേറ്റാസും കൂടി വരാനുണ്ട് എന്നുള്ള ഞാൻ പെട്ടെന്ന് നമുക്കൊന്ന് റൺ ഡൗൺ ചെയ്യാം. അതായത് വാൾ സ്ട്രീറ്റ് ഗ്ലോബൽ ക്യൂസ് ഒരു ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് ഒന്ന് റൺ ഡൗൺ ചെയ്ത് ഞാൻ പോവുകയാണെങ്കിൽ US മാർക്കറ്റ്സ് ഫ്രൈഡേ മിക്സഡ് രീതിയിലാണ് പെർഫോം ചെയ്തതെന്നുള്ളതാണ്. പിന്നെ എന്താ പറയുക, ഒരു ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് കൺസ്യൂമർ ഡേറ്റ, അതായത് കൺസ്യൂമർ പ്രൈസ് ഡേറ്റ വന്നിട്ട് പോലും മാർക്കറ്റിന് അധികം രീതിയിൽ ഒരു ഉന്മേഷം കൊടുത്തില്ല എന്നുള്ള. S&P 500 നോക്കുകയാണെങ്കിൽ +0.5%, ജസ്റ്റ് മാർജിനൽ. നാസ്ഡാക്ക് -0.22%, ഡൗ ജോൺസ് +1.10% ആണ് എന്നുള്ളതാണ്. അപ്പോൾ മിക്സഡ് ഡേറ്റയാണ്, അല്ലെ മിക്സഡ് ക്യൂസ് ആണ് വാൾ സ്ട്രീറ്റ് നമുക്ക് ഫ്രൈഡേ ഒരു ഹാൻഡ് ഓവർ തന്നേക്കണേ. ഞാൻ ടോപ്പ് ഗെയിനേഴ്സ് ഒന്ന് നോക്കി. നൈക്കി +3.18%, യുണൈറ്റഡ് ഹെൽത്ത് +3.1%, വാൾട്ട് ഡിസ്നി +3%, സിസ്കോ +2.52%, സെയിൽസ് ഫോഴ്സ് +2.3%. സെയിൽസ് ഫോഴ്സ് ഈ AI ടൂൾസ് വന്നത് കാരണം ഇമ്പാക്റ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് SaaS കമ്പനിയാണ്. വെള്ളിയാഴ്ച അത് +2.3% ആയിരുന്നു. അതായത് ഒരു ഡെഡ് ക്യാറ്റ് ബൗൺസ് ആണോ എന്നറിയില്ല. ഞാൻ എന്തുകൊണ്ട് സെയിൽസ് ഫോഴ്സിൻ്റെ കാര്യം പറഞ്ഞു എന്ന് വെച്ചാൽ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ത്യൻ IT കമ്പനീസ് ചെറിയ 0.5 to 1%ലാണ് ഓപ്പൺ ചെയ്തെങ്കിൽ പോലും മിക്കവാറും ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഫ്ലാറ്റായിട്ടോ ജസ്റ്റ് ലൈറ്റ്ലി പോസിറ്റീവായിട്ടോ ചിലപ്പോൾ ക്ലോസ് ചെയ്യണം. കാര്യം വേറെ ഒന്നുമില്ല, ലാസ്റ്റ് വീക്ക് അത്രയ്ക്ക് മാസം എനിക്കൊന്ന് IT ഇൻഡെക്സ് 9 to 10% ആണ് വീണത്. അപ്പോൾ ചിലപ്പോൾ ഒരു ഡെഡ് ക്യാറ്റ് ബൗൺസ് ചിലപ്പോൾ ഉണ്ടാവും, ഉറപ്പില്ല. ടേക്ക് മീ വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം നമുക്ക് നോക്കാം ആസ് വി മൂവ് ഫോർവേഡ്. ബട്ട് എന്താണ് ഡിസ്കഷൻസ് വരുന്നത് നമുക്കറിയില്ലല്ലോ. ഓവർ ദ ഡേ
progresses. The top losers നോക്കുകയാണെങ്കിൽ Visa -3%, Apple -2.2%, Nvidia -2.2%, 3M -1.74%, American Express Amex -1.57%. ഇത്രയും സ്റ്റോക്കുകളാണ് ലൂസേഴ്സും ഗെയിനേഴ്സും ആയിട്ട് US മാർക്കറ്റിൽ കണ്ട് ഞാനൊന്ന് നോക്കിയപ്പോൾ 52 വീക്ക് ഹൈയിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്സ് മെക്ഡൊണാൾഡ്സ് ഫുഡ് കൺസംഷൻ കമ്പനിയാണ്, 2 മെർക്ക് ഫാർമ കമ്പനിയാണ്, 3 വാൾമാർട്ട് അഗെയിൻ കൺസംഷൻ, അതാണ് റീറ്റെയിൽ സ്റ്റോറി ആണെന്നുള്ള. അപ്പോൾ കൺസംഷനും പിന്നെ ഫാർമയാണ് 52 വീക്ക് ഹൈയിൽ നിൽക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ, ഡിഫെൻസീവ് സെക്ടേഴ്സ് ആണ് 52 വീക്ക് ഹൈ US മാർക്കറ്റിൽ നിൽക്കുന്നത് എന്നുള്ളൊരു ക്യൂ ആണ് നമുക്ക് അവിടുന്ന് കിട്ടുന്നത്. ഇനി ഡേറ്റ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ US CPI റോസ്, CPI ഏതാണ്ട് 0.2% ആണ് റൈസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഇൻ ജാനുവരി വേഴ്സസ് മാർക്കറ്റ് എക്സ്പെക്ടേഷൻ 0.3%. അപ്പോൾ 0.3% വെച്ച് നോക്കുമ്പോൾ 0.2% ബെറ്റർ ഫിഗർ ആയിരുന്നു എന്നുള്ളതാണ്. പിന്നെ US ഇൻഫ്ലേഷൻ ഇയർ ഓൺ ഇയർ റൈസ് നോക്കുകയാണെങ്കിൽ 2.4% ആണ് എന്നുള്ള. ഓൾ ഡേറ്റ നമ്മൾ എക്സ്പെക്ട് ചെയ്ത മാർക്കറ്റ് എസ്റ്റിമേറ്റിനേക്കാളും ചെറുതായിട്ട് താഴോട്ടാണ്. സോ അതുകൊണ്ട് ഈ ഡേറ്റയെ അവിടെ റീഡ് ചെയ്തിരിക്കുന്നത് പോസിറ്റീവായിട്ടാണ് US മാർക്കറ്റിൽ. എന്നിട്ടും മാർക്കറ്റിൽ മിക്സഡ് ആയിട്ടുള്ള ഇമോഷൻസ് ആയിരുന്നു ഫ്രൈഡേ. ഇന്ന് മാർക്കറ്റ് ക്ലോസ് ഇല്ല. ട്രഷറി മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഞാൻ US ട്രഷറി ഒന്ന് നോക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് സ്ലിപ്പ് ചെയ്തിട്ടുണ്ട്. കാര്യം ഇൻഫ്ലേഷൻ ഡേറ്റ ചെറുതായിട്ടൊന്ന് കുറഞ്ഞത് കാരണം ഡിപ്പ് ചെയ്തിട്ടാണ് ഒരു ബോണ്ട് ഈൽഡ്സ് നിൽക്കുന്നത്. US 10-year ബോണ്ട് ഈൽഡ് ഞാൻ നോക്കിയാൽ 4.05%, 4.2 വരെ പോയതാണ്, 4.05% ആയി കുറഞ്ഞിരിക്കുന്നു എന്നുള്ള. ഓയിൽ മാർക്കറ്റിലൊന്ന് നോക്കുകയാണെങ്കിൽ റിമൈൻഡ് സ്റ്റഡിയാണ്. അതായത് അതിനകത്തൊരു ന്യൂസ് വരുന്ന കാര്യം എന്ന് വെച്ചാൽ ഇറാനും എനിക്ക് തോന്നുന്നു US-ഉം തമ്മിൽ ഈ ആഴ്ചയും ഡിസ്കഷൻ ഉണ്ടെന്നതിൽ ഒരു കംഫർട്ടിംഗ് ആയിട്ടുള്ള ന്യൂസാണ്. രണ്ടാമത് OPEC+ നേഷൻസ് അവരുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ആയിട്ട് മുന്നോട്ട് പോകും എന്ന് പറഞ്ഞതോടുകൂടി ഓയിൽ മാർക്കറ്റിന് ചെറുതായിട്ടൊരു പ്രഷർ, താഴേക്കുള്ളൊരു ഡൗൺവേർഡ് പ്രഷർ ഉണ്ടായിരുന്നു എന്നുള്ള. ബ്രെൻഡ് ട്രേഡ് ചെയ്യുന്നത് ഏതാണ്ട് $67.74 പെർ ബാരൽ ട്രേഡ് ചെയ്യും. ഡോളർ ഇൻഡെക്സ് ഞാനൊന്ന് നോക്കുന്നത് ട്രേഡിംഗ് മാർജിനലി ഹയർ, അതായത് ബാസ്ക്കറ്റ് ഓഫ് 6 കറൻസിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഡോളർ ഇൻഡെക്സ് ഞാൻ റീഡ് ചെയ്യുമ്പോൾ 96.98. ഏഷ്യൻ കറൻസി മോറോലെസ് എല്ലാം സ്റ്റേബിളാണ്. സാധാരണ ഗെയിനിങ് ചെയ്തത് ഇന്തോനേഷ്യൻ പെസോ മാത്രമേ ഉള്ളൂ. ബിഗ്ഗസ്റ്റ് ലൂസർ ജാപ്പനീസ് യെൻ ആണ് എന്നുള്ളത്. അപ്പോൾ എൻ ക്യാരി ട്രേഡിൻ്റെ ഒരു എന്താ പറയുക അൺവൈൻഡിങ്ങിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഇന്ത്യൻ മാർക്കറ്റിലില്ല. പ്രഷ്യസ് മെറ്റൽസിലേക്ക് ഞാനൊന്ന് പോകാൻ നേരത്ത് ഇന്റർനാഷണൽ സ്പോട്ട് പ്രൈസസ് നോക്കുമ്പോൾ ഗോൾഡ് $5020 പെർ ഔൺസ്, അതായത് -0.4%. സിൽവർ $76.92 പെർ ഔൺസ്, അത് -0.6%. പ്ലാറ്റിനം $2054 -0.4%. പല്ലേഡിയം $1692 +0.4%. ബാക്ക് ഇൻ ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച നോക്കുമ്പോൾ FIIs വെയർ നെറ്റ് സെല്ലേഴ്സ് എന്നുള്ളതാണ് ടു ദ ട്യൂൺ ഓഫ് 7,395 crores. DIS കണ്ടിന്യൂ ടു ബൈ 5,553 crores ബൈയിങ് ആണ് എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇന്ന് കിട്ടുന്ന ഒരു മാർക്കറ്റ് ക്യൂ. എന്താണ് നമ്മുടെ പോയിന്റ് ഓഫ് ഡിസ്കഷൻ, അല്ലെങ്കിൽ എന്താണ് ഇന്ത്യൻ മാർക്കറ്റ് അഭിമുഖീകരിക്കുന്ന ഇപ്പോഴത്തെ പ്രോബ്ലം വേറെ ഒന്നുമല്ല. IT ഇൻഡെക്സ് നമ്മൾ ലാസ്റ്റ് വീക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 9% ടോട്ടൽ ഡിപ്പാണ്. അതായത് 6 yearsൽ വൺ ഓഫ് ദ ലാർജസ്റ്റ് ആയിട്ടുള്ളൊരു ഫോളാണ്. ഏതാണ്ട് 8 lakh crore മാർക്കറ്റ് ക്യാപ്പ് പല കമ്പനികളിലും കൂടെ ചേർന്ന് 8 lakh crore മാർക്കറ്റ് ക്യാപ്പ് പോയി. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഏതാണ്ട് 9.7 lakh crore ആണ് TCSൻ്റെ മാർക്കറ്റ് ക്യാപ്പ്. TCS മാത്രം കമ്പനിയുടെ, ഇതിപ്പോൾ എല്ലാ കമ്പനിയിലും കൂടി ഏതാണ്ട് നിയർ ടു TCSൻ്റെ മാർക്കറ്റ് ക്യാപ്പ് അതിൽ നിന്ന് വൈപ്ഡ് ഔട്ട് ആയി പോയി എന്നുള്ളതാണ്. റെക്കോർഡ് ഹൈയിൽ നിന്ന് IT കമ്പനീസ് നോക്കുകയാണെങ്കിൽ TCS ഈസ് ഡൗൺ ബൈ -42%, വിപ്രോ -42%, ഇൻഫോസിസ് -33%, LTI Mindtree -33%, കൊഫോർജ് അഗെയിൻ -33%, HCL Tech -28%, Persistent -20%, ടെക് മഹീന്ദ്ര -17%. അപ്പോൾ മെയിൻ IT കമ്പനീസ് റെക്കോർഡ് ഹൈയിൽ നിന്ന് ഭേദപ്പെട്ട രീതിയിൽ കറക്റ്റ് ചെയ്തു എന്നുള്ളതാണ്. നമുക്കറിയാലോ എന്തുകൊണ്ടാണ് കറക്ഷൻ സംഭവിച്ചത്. ആ ആന്ത്രോപ്പിക്കിൻ്റെ ഈ ക്ലോഡിൻ്റെ ഒരു ഓട്ടോമേറ്റഡ് ടൂൾ, AI ടൂള്, ഒരു 11 പ്ലഗിൻ വന്നത് മുതലാണ് ഈ പറഞ്ഞ പോലെ ഈ AI സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന് പറയുന്ന മോഡലിനെ ഡിസ്റപ്റ്റ് ചെയ്യോ എന്നുള്ള ഡിസ്കഷൻ വന്നതും ആ ഡിസ്കഷൻ മിക്കവാറും എല്ലാ IT സ്റ്റോക്കിനും ഗ്ലോബലി ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചോദ്യം എന്താണ്, AI SaaSനെ റീപ്ലേസ് ചെയ്യോ? SaaSൻ്റെ ബിസിനസ് മോഡൽ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യൻ IT കമ്പനീസ്, അതായത് AIയിൽ കൂടുതൽ ഇമ്പാക്റ്റ് ഇല്ലാത്ത ട്രഡീഷണൽ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ സർവീസ് ഡെവലപ്മെൻറ്റ് മോഡൽ
എന്ന് പറയുന്ന ഇന്ത്യൻ IT കമ്പനീസിന് എഫക്റ്റ് വരുമോ എന്നുള്ളൊരു ഡിസ്കഷൻസാണ് എല്ലായിടത്തും നടക്കണമെന്നല്ല. അതായത് നമ്മൾ പൊതുവേ നോക്കുമ്പോൾ 2 സ്കൂൾ ഓഫ് തോട്ടാണ്. ഒരു സ്കൂൾ ഓഫ് തോട്ട് പറയണതെന്ന് വെച്ചാൽ Y2K ക്ലൗഡിൻ്റെ സമയത്തും, അതായത് ക്ലൗഡ് മൈഗ്രേഷൻ്റെ സമയത്തും ഇതേപോലെ ഇന്ത്യൻ IT കമ്പനീസിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒക്കെ പറഞ്ഞിരുന്നു. ബട്ട് അതൊക്കെ ഇന്ത്യൻ IT തരണം ചെയ്ത് മുന്നോട്ട് പോയി. ഒരു സ്കൂൾ ഓഫ് തോട്ട് പറയണമെന്ന് വെച്ചാൽ Y2K, അതായത് ഇയർ 2000 ആ ലെഗസി ഇഷ്യൂയോ അല്ലെങ്കിൽ ഈ ക്ലൗഡ് മൈഗ്രേഷനോ പോലെയല്ല. ദിസ് ടൈം ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. ഇറ്റ് ഈസ് മച്ച് മോർ ഇമ്പാക്ട്ഫുൾ ദാൻ വി ബിലീവ് ആൻഡ് സി എന്നുള്ള രീതിയിലാണ് ഒരു വശത്ത് പറയുന്നത്. മറ്റുള്ള സ്കൂൾ ഓഫ് തോട്ട് പറയണമെന്ന് വെച്ചാൽ ഇതൊരു ഇല്ലോജിക്കലാണ്. ഇല്ലോജിക്കൽ ഇൻ ദ സെൻസ് അവർ പറയുന്നത് വെച്ചാൽ AIയും SaaS മോഡലും എക്സിസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവും എന്നുള്ള രീതിയിലാണ് ഇതിനകത്ത് പറയുന്നത് എന്നുള്ള. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ക്ലൗഡിൻ്റെ ഇഷ്യൂ, അതായത് പലരും പറഞ്ഞു വെച്ചാൽ ക്ലൗഡിൻ്റെ മൈഗ്രേഷൻ്റെ ഇഷ്യൂ വന്നപ്പോൾ ഇന്ത്യൻ IT കമ്പനീസിനെ, എല്ലാ IT കമ്പനീസിനെയും അത് ഹിറ്റ് ചെയ്തില്ല. ഇന്ത്യൻ IT കമ്പനീസിൽ IT ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ക്ലൗഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ സ്റ്റാൻഡ് അലോൺ ആയുള്ള ഡെസ്ക്ടോപ്പിൽ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യണോ അതോ ഇൻ്റർനെറ്റ് ക്ലൗഡിൽ വർക്ക് ചെയ്യണോ, അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റാൻഡ് അലോൺ ആപ്പിനെ ക്ലൗഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു ഇഷ്യൂ മാത്രമാണ്. അതൊരു IT ഇൻഫ്രാസ്ട്രക്ചർ ഇഷ്യൂ ആണ്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസിന് മാത്രമേ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇന്ത്യൻ കമ്പനീസ് അത് അഡാപ്റ്റ് ചെയ്ത് നേരെ ക്ലൗഡ് മൈഗ്രേഷൻ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തു. അപ്പോൾ അതുപോലെയുള്ള ഒരു ഇഷ്യൂ അല്ല, അതിനേക്കാളും കൂടുതലാണ്, മച്ച് ബ്രോഡറാണ് എന്നുള്ള. ഏതാണ്ട് ആ ക്ലൗഡിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ അവിടുന്നതിനെക്കാട്ടിലും പല ഇന്ത്യൻ IT കമ്പനീസിൻ്റെയും സൈസ് ഡബിളായി, വലുതായി. അതുകൊണ്ട് ഇപ്പോൾ ഈ പറയുന്ന പോലെ ടോട്ടലായിട്ട് IT കമ്പനിയുടെ ബിസിനസ് മോഡലിനെ ചലഞ്ച് ചെയ്യുന്ന രീതിയിലാണ് ഡിസ്റപ്ഷൻസ് വരുന്നതെന്നാണ് ഈ പറയുന്നതെന്നുള്ളത്. അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നമ്മളിനി നോക്കേണ്ട പ്രേക്ഷകർക്ക് വേണ്ടി ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കേണ്ടത് എന്താ, ഇന്ത്യൻ IT കമ്പനീസ് മേടിക്കേണ്ട സമയമായോ, വാല്യൂ ഇമേർജ് ചെയ്തോ, കൂടുതലും ഈ പറഞ്ഞ പോലെ ഇല്ലോജിക്കലാണോ, അതായത് കൂടുതലൊരു നീജർക്ക് റിയാക്ഷൻ ആണോ എന്നുള്ളതല്ലേ. അപ്പോൾ ഞാൻ ആക്ച്വലി വീക്കെൻഡ് ഇരുന്ന് പല റിപ്പോർട്ട്സും, ഇൻ്റർനാഷണൽ ബ്രോക്കറേജ്, കാര്യം ഇതൊരു ഗ്ലോബൽ ഇഷ്യൂ ആണ്, ഇന്ത്യൻ മാത്രമല്ല ഗ്ലോബൽ ഇതും കൂടെ ആയതുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ കുറച്ചുകൂടി എന്താ പറയുക, പാൻ ഗ്ലോബലായിട്ട് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസ് അല്ലെങ്കിൽ ബ്രോക്കറേജ് കമ്പനീസിൻ്റെ റിപ്പോർട്ടായിരിക്കും കുറച്ചുകൂടി ഉചിതം. അത് എങ്ങനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യം, ഇതിൻ്റെ ക്ലയൻസ് കംപ്ലീറ്റ് US ബേസ്ഡ് ക്ലയൻസ് ആണ്, ഇന്ത്യൻ സോഫ്റ്റ്വെയർ കമ്പനിയുടെ. അപ്പോൾ ആ ഒരു ലെവലിൽ വേണം ഇത് കാണാൻ എന്നുള്ളതുകൊണ്ട് ഞാൻ ഫൈനലി വായിച്ചിട്ടില്ലെങ്കിൽ ഒരു ബ്രോക്കറേജ് റിപ്പോർട്ട് മാത്രം ഞാൻ പ്രേക്ഷകരായിട്ട് ഷെയർ ചെയ്തു. അതിലൊരു വാല്യൂ ഉണ്ടെന്ന് തോന്നുന്നു. അതായത് JP മോർഗൻ എന്ന് പറഞ്ഞാൽ ഫോറിൻ ബ്രോക്കറേജിൻ്റെ ഒരു റിപ്പോർട്ടാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നത്. അവർ പറയുന്ന ഒരൊറ്റ വാക്ക് അതാണ്, പെസിമിസം ഓവർഡൺ ആണ്. പെസിമിസം ഓവർഡൺ ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഫ്രീ ക്യാഷ് ഫ്ലോ ഈൽഡ്, അതായത് ഇന്ത്യൻ IT കമ്പനീസിൻ്റെ ഫ്രീ ക്യാഷ് ഫ്ലോ ഈൽഡോ ഡിവിഡൻഡ് ഈൽഡോ നോക്കുകയാണെങ്കിൽ സ്ക്രീമിങ് ഡീപ്പ് വാല്യൂ, അതായത് ഭയങ്കര ഡീപ്പ് വാല്യൂ ആയിട്ടാണ് കാണുന്നത്. അതായത് 2008 ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസിനെക്കാട്ടിലും കോവിഡിനെക്കാട്ടിലും വളരെ ചീപ്പർ വാല്യുവേഷനിലാണ് നമ്മൾ ഫ്രീ ക്യാഷ് ഫ്ലോ ഈൽഡ് ബേസിസിലാണെങ്കിലും ഡിവിഡൻഡ് ഈൽഡ് ബേസിസിലാണെങ്കിലും എന്നുള്ള രീതിയിൽ അവരൊരു സമ്മറൈസ് ചെയ്ത് പറയുമ്പോൾ തന്നെ അവർ 3 സിനാരിയോസ് പറയുന്നുണ്ട്. 3 സിനാരിയോസ്, അതായത് അവർ പറയുന്ന ആദ്യത്തെ സിനാരിയോ, അതായത് അവർ പറയുന്നത് എന്താ, 2023 മുതൽ 2025 വരെ നമ്മുടെ ഇന്ത്യൻ IT കമ്പനീസിൻ്റെ ഏർണിങ്സിൻ്റെ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 2 to 3% ഗ്രോത്തേ ഉള്ളൂ, 2 to 3% ഗ്രോത്തേ ഉള്ളൂ. ഇവർ പറയുന്നത് വെച്ചാൽ ഇനി ആ ഗ്രോത്ത് തന്നെ, ഇപ്പം നമ്മുടെ ഈ ഡിസ്കഷൻസ് ഒക്കെ വന്നല്ലോ, അതായത് AI റീപ്ലേസ് ചെയ്യോ എന്നൊക്കെയുള്ള ഡിസ്കഷൻ വന്നു, അത് പുറത്തു വന്നു, അതെല്ലാം സ്റ്റോക്ക് പ്രൈസിൽ പ്ലേ ഔട്ട് ചെയ്തു, സ്റ്റോക്സ് എല്ലാം കറക്റ്റ് ചെയ്തു. ഇനി ഇവിടെ നിന്ന് ഇതേപോലെ 2003 2025 വരെ 2 to 3% ഗ്രോ ചെയ്ത IT കമ്പനീസിൻ്റെ ഏർണിങ്സ് ഇനിയും അങ്ങനെ തന്നെയാണ് ഗ്രോ ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ വാല്യുവേഷൻ വെച്ചിട്ട് ഇന്ത്യൻ സ്റ്റോക്കുകൾ എന്തായിരിക്കും എന്നാണെന്ന് അവർ പറയണമെന്നറിയോ. ഇതാണ് സിനാരിയോ. അവർ പറയുന്നത് വെച്ചാൽ ഇനി മാക്സിമം പോയാൽ, ഇനി 2 to 3% ഗ്രോത്ത് ഉണ്ടെങ്കിൽ, ഇനിയും 2 to 3% ഗ്രോത്ത് ലാസ്റ്റ് 2 ഇയർ പോലെ ഉണ്ടെങ്കിൽ, ഇനി മാക്സിമം പോയാൽ ഒരു 10% ഡൗൺ സൈഡും കൂടി ഇന്ത്യൻ IT കമ്പനീസിൽ വന്നേക്കാം. അവിടെ മുതൽ ഒരു സ്ക്രീമിംഗ് വാല്യൂ ബൈ ആവുന്ന JP മോർഗൻ്റെ സിനാരിയോ 1 ആയിട്ട് അവർ ബ്രോക്കർ റിപ്പോർട്ടിൽ പറയുന്നു എന്നാണ്. ഇനി സിനാരിയോ 2 എന്താണെന്ന് നോക്കാം. അവർ പറയുന്ന വേറൊരു മോഡൽ എന്താണെന്ന് വെച്ചാൽ, അവർ പറയുന്നത് ഇന്ത്യൻ IT കമ്പനീസ് 2023 മുതൽ 2025 വരെ ഗ്രോ ചെയ്തിട്ടുള്ള 2 to 3%. ഇനി അങ്ങോട്ട് ഈ എല്ലാ ഡിസ്കഷനും ഡിബേറ്റും കഴിഞ്ഞ് ഇന്ത്യൻ IT കമ്പനീസ്
ഒരു 4 to 5% ഗ്രോ ചെയ്യണമെന്ന് വിചാരിക്കാം. 2 to 3%-നേക്കാളും ചെറുതായിട്ട് ഹയർ. എന്നാൽ ട്രഡീഷണൽ ഗ്രോത്ത് ലെവലായ ഹിസ്റ്റോറിക് ഗ്രോത്ത് ലെവലായ 7 to 8% അല്ല, ഒരു മിഡ് ലെവലിൽ 3 to 5%-ലാണ് അവർ ഗ്രോ ചെയ്യണം. ഒരു 5%-ലാണ് ഗ്രോ ചെയ്യണത് എന്ന് വിചാരിക്കുക. എന്നാൽ അങ്ങനെയാണെങ്കിൽ സ്റ്റോക്സ് ഈ വാല്യുവേഷനിൽ തന്നെ നിലനിൽക്കും. 2 to 3% ഗ്രോ ചെയ്യണമെങ്കിൽ ഇനി ഒരു 10% പോയാൽ വാല്യൂ. ഒരു 4 to 5% ഇനി അങ്ങോട്ട് ഏർണിങ്സ് ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റോക്കിൻ്റെ ഈ ലെവല് കറക്റ്റാണ്, നല്ലൊരു വാല്യൂ ബൈ ആണ് ഈ ലെവൽ എന്നുള്ള രീതിയിലാണ് അവർ സെക്കൻഡ് സിനാരിയോ അവർ ബിൽഡ് ചെയ്തത്. തേർഡ് സിനാരിയോ ആണ് ഈ പറയുന്ന പോലെ ബെയറിഷ് കേസ്. ബെയറിഷ് കേസ് അവർ പറയുന്നത് വെച്ചാൽ ഇനി അങ്ങോട്ട് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് മോഡൽ കംപ്ലീറ്റ് ആയിട്ട് AI ഡിസ്റപ്റ്റ് ചെയ്ത് ടെർമിനൽ ഗ്രോത്ത് റേറ്റ് 0% ആണ് സെക്ടറെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ കമ്പനീസിൽ വാല്യൂ ഇമർജ് ചെയ്യണമെങ്കിൽ 30% കൂടെ കറക്ഷൻ വേണ്ടി വരും. അങ്ങനത്തെ 3 സിനാരിയോ ആണ് JP മോർഗൻ ബിൽഡ് ചെയ്തേക്കണം. ഞാൻ JP മോർഗൻ്റെ റിപ്പോർട്ട് മാത്രം പറയുന്നത് വെച്ചാൽ അവരാണ് ഏർണിങ്സിനെ ബേസ് ചെയ്ത് എത്രത്തോളം ഡൗൺ സൈഡ് ഉണ്ട് എന്നുള്ള അവർ മെൻഷൻ ചെയ്തേക്കണം. ബാക്കി ഇന്ത്യൻ ബ്രോക്കറേജസ് ഒക്കെ വന്നെങ്കിലും ഞാൻ JP മോർഗൻ്റെ കുറച്ചുകൂടി വായിച്ചപ്പോൾ അവർ ഗ്ലോബലി എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ടാണെന്ന് ഞാനൊന്ന് പ്രേക്ഷകരുടെ മുന്നിൽ നിരത്തണം. അപ്പോൾ ഇന്ത്യൻ IT കമ്പനീസ് ഈസ് ഇറ്റ് എ സ്ക്രീമിംഗ് ബൈ എന്ന് ചോദിക്കുകയാണെങ്കിൽ JP മോർഗൻ പറയുന്നത് ഈ 3 സിനാരിയോ ആണ്. ഇതിലേത് സിനാരിയോ ആണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? ഇവിടുന്ന് 3 to 5% ഗ്രോത്ത് തന്നെ ആയിരിക്കുമോ, അല്ലെങ്കിൽ 2 to 3% ഗ്രോത്ത് തന്നെ ആയിരിക്കുമോ സിനാരിയോ 1, അല്ലെങ്കിൽ സെക്കൻഡ് സിനാരിയോ പറയുന്ന പോലെ 5% ആയിരിക്കുമോ, അല്ലെങ്കിൽ തേർഡ് സിനാരിയോ പറയുന്ന പോലെ ഇനി ഗ്രോത്ത് ഇല്ലേ? അങ്ങനെയാണെങ്കിൽ എവിടെയൊക്കെ വെച്ചായിരിക്കാം ഇന്ത്യൻ മാർക്കറ്റിലെ IT കമ്പനീസ് ചീപ്പ് ആവുന്നത് എന്നുള്ളതാണ് അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഏത് ഇൻഡസ്ട്രിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്? ഏതാണ്ട് എക്സ്പോർട്ട് വാല്യൂ $50 $250 billion ബിസിനസ്, എംപ്ലോയിങ് അറൌണ്ട് 55 lakh പീപ്പിൾ ഡയറക്ട്ലി, ലക്ഷക്കണക്കിന് ആൾക്കാരെ ഇൻഡയറക്ട്ലി. കാര്യം ഇതിനെ ബേസ് ചെയ്ത് തന്നെ എന്തെല്ലാം ആൻസിലറി സർവീസ് ഉണ്ട്, ക്ലീനിങ് സർവീസസ് ഉണ്ട്, ക്യാൻറ്റീൻ സർവീസസ് ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ സർവീസസ് ഉണ്ട്. അങ്ങനെ വലിയൊരു ഇൻഡസ്ട്രിയെക്കുറിച്ചാണ് പറയുന്നത്. ആ ഇൻഡസ്ട്രിയുടെ കാര്യമാണ് നമ്മൾ ഈ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി നമ്മുടെ ടേക്ക്, അതായത് മൈഫിൻ്റെ ടേക്ക്, എന്താണ് IT കമ്പനീസിനെ കുറിച്ച് നമ്മൾ പറയുന്നോട്ടേക്ക് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്? വീക്കെൻഡിൽ ഞാൻ ശരിക്കും പറഞ്ഞ നമ്പർ ഓഫ് ആർട്ടിക്കിൾസ്, ഗ്ലോബൽ മുതൽ ലോക്കൽ വരെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, പല സ്റ്റേക്ക് ഹോൾഡേഴ്സിന്, അതായത് എല്ലാ ലെവലിലുള്ള ആൾക്കാരുടെയും ഒരുപാട് ഞാൻ വായിച്ച് കാര്യം നമ്മളെ സംബന്ധിച്ച് ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുള്ളൂ. ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല. അതായത് ഒപ്പീനിയൻ ക്ലിയർലി ഡിവൈഡാണ്. ഒരു സ്ഥലത്തെ ആൾക്കാരെന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, ആസ് കമ്പനീസിൻ്റെ ഫൗണ്ടേഴ്സ്, ഡയറക്ടേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ്, എംപ്ലോയീസ്, മാനേജ്മെൻറ്റ്, പിന്നെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരൊക്കെ ഇപ്പോഴും പറയണമെന്ന് വെച്ചാൽ ഇത് ഇല്ലോജിക്കലാണ്. സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് ഈസ് ഹിയർ ടു സ്റ്റേ. അവർക്കൊരു ബയസ് ഉണ്ടാവും. കാര്യം അവിടെ വർക്ക് ചെയ്യണതോ അവരിൽ ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ടോ അവർ പറയുന്നത് വെച്ചാൽ ഒരു കൺഫർമേഷൻ ബയസാണ് അവർ പറയുന്നത്. അവർ പറയുന്നത് വെച്ചാൽ അത് ഉണ്ടാവും എന്നുള്ള. എന്നാൽ ഇപ്പുറത്ത് ക്രിട്ടിക്സിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ അവർ പറയണതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഗോൺ, AI ഈസ് ടേക്കിംഗ് ഓവർ എന്നുള്ള രീതിയിലേക്കാണ് അവർ പറയുന്നത്. അപ്പോൾ ഒപ്പീനിയൻ ഡിവൈഡാണ്. അപ്പോൾ അത് ഡിവൈഡാണ്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഇമർജ് ചെയ്ത് ഞാൻ പറയാം. അതായത് നോ ബഡി നോസ്, റൈറ്റ് ഫ്രം സാം ഓൾട്ട്മൻ ടു ജെൻസൺ, പിന്നെ ബിൽ ഗേറ്റ്സ്, ഇവിടുത്തെ നാരായണമൂർത്തി, അല്ലെങ്കിൽ എല്ലാവരുടെ മോഹൻദാസ് പൈ, എല്ലാവരുടെ ഡിസ്കഷനും വെച്ച് നോക്കുമ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് പറയുന്നത്. ഡെഫിനറ്റ് ആയിട്ട് ആരും ഒന്നും പറയുന്നില്ല. അതായത് ദ വേൾഡ് ഈസ് കൺഫ്യൂസ്ഡ്. അതായത് ഇനി വരാൻ പോണ കാര്യം എങ്ങനെ ആയിരിക്കും എന്നറിയില്ല. കാര്യം വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ ക്ലോഡ് അല്ലെങ്കിൽ ChatGPT തന്നെ ഡെവലപ്പ് ചെയ്ത കോ-പൈലറ്റ് ChatGPT പോലത്തെ ഒരു പ്രോഡക്റ്റ് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോഡ് എഴുതാം. അപ്പോൾ ChatGPTയെ തന്നെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാനുള്ള കഴിവ് അതിനകത്ത് ഉണ്ട് എന്ന് പറയുമ്പോൾ സിറ്റുവേഷൻ എങ്ങനെ ഉയർന്നു വരുന്നത് നമുക്കും അറിയില്ല. അതുകൊണ്ട് കൺഫ്യൂസ്ഡ് ആണ്. ഇന്ന ആൾ പറയണ ശരി, ഇന്ന ആൾ പറയണ തെറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ പൊതുവെ പറയും, നമ്മുടെ ആർഗ്യുമെൻറ്റ് നമ്മൾ ഏത് സൈഡിലാണോ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ സാധൂകരിക്കാനും ന്യായീകരിക്കാൻ വേണ്ടി നമുക്കിഷ്ടമുള്ള അഭിപ്രായം മാത്രം എടുത്തു പോലാണ് സാധാരണ ഒരു പതിവ്. എൻ്റെ അഭിപ്രായത്തിൽ ഈ രണ്ട് വശവും നമുക്ക് ഈ പറയുന്ന പോലെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ ഒരു കാര്യം ഞാൻ മാത്രം പറയാം, നമ്മുടെ ടേക്ക് ഒന്ന് നോക്കാം. അതായത് എന്താണ് ഇതിനകത്തുള്ളൊരു ഇഷ്യൂ? ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഒരു AI സ്റ്റാക്ക് ഞാൻ പ്രേക്ഷകർ അറിവിൽ വേണ്ടിയിട്ട് പറയുകയാണ്. ഞാനൊരു സിമ്പിൾ ആക്കുകയാണ്, അതായത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഒരു AI എന്ന് പറയുന്നത് 5 ലെയറിലാണ്, അല്ലെങ്കിൽ 5 സ്റ്റാക്കാണ്. ആ AI എന്ന് പറയുന്നത് ലോവർ സ്റ്റാക്ക്, ഏറ്റവും താഴെയുള്ള AI ആർക്കിടെക്ചറിൻ്റെ സ്റ്റാക്ക് എന്ന് പറയുന്നത്
പവർ ആൻഡ് എനർജിയാണ്. പവർ ആൻഡ് എനർജി എന്ന് വെച്ചാൽ നമുക്കറിയാലോ ഗ്ലോബൽ പവർ ഔട്ട്പുട്ടിൻ്റെ 3 to 4% പോലും ഈ AI ഡേറ്റാ സെൻറ്റർ പോലെയുള്ള സാധനങ്ങൾക്ക് വേണ്ടി വരും എന്നുള്ള. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു AI-യുടെ ഈ ആർക്കിടെക്ചറിൽ ഏറ്റവും ലോവസ്റ്റ് താഴെ വരുന്നത് എനർജി ആൻഡ് പവർ എന്നുള്ളതാണ്. അവിടെ ഇമ്പാക്റ്റ് ചെയ്യണ കമ്പനീസ് എന്ന് പറയുന്നത് എനർജി കമ്പനീസാണ്. അത് എനർജി ജനറേറ്റ് ചെയ്യണ കമ്പനീസ് ആവാം, എനർജി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കമ്പനീസ് ആവാം, ട്രാൻസ്ഫോമേഴ്സ് ഉണ്ടാക്കുന്ന കമ്പനീസ് ആവാം, അല്ലെങ്കിൽ പല ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ഉണ്ടാക്കുന്ന കമ്പനികളാവാം എന്നുള്ളത്. ഇപ്പോൾ US നമ്മൾ ഒരു എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ നെക്സ്ട്ര എനർജി, കൺസ്റ്റലേഷൻ എനർജി എന്നൊക്കെ പോലെയുള്ള കമ്പനികളാണ് ആ സ്റ്റാക്ക് 5 അല്ലെങ്കിൽ ആ ആർക്കിടെക്ചറിൻ്റെ 5th ലെയറിൽ വരുന്ന കമ്പനി. ഇന്ത്യൻ കമ്പനീസ് ഇക്വലൻ്റ് ആയിട്ട് എനർജി ആൻഡ് പവർ ആ ലെവലിൽ വരുന്നത് എന്താ? NTPC, അഡാനി, പിന്നെ ടാറ്റ പവർ എന്നിങ്ങനെയുള്ള കമ്പനീസ്, പിന്നെ ട്രാൻസ്ഫോമർ കേബിൾ കമ്പനീസ്, അതായത് ഇലക്ട്രിക്കൽ ഇക്വിപ്മെൻറ്റ്സ് ഉണ്ടാക്കുന്ന കമ്പനീസ്, ഇതെല്ലാം എനർജിയുടെ ലെവലിൽ വരും എന്നുള്ള. പിന്നെ അതുമാത്രമല്ല ആ സ്റ്റാക്കിൽ തന്നെ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ട് വരാവുന്ന കമ്പനികളെന്ന് പറഞ്ഞാൽ കൂളിംഗ് കമ്പനീസ്. അതായത് ഈ പറയുന്ന പോലെ എനർജി കൊടുക്കുമ്പോൾ അതേപോലെ കൂൾ ചെയ്ത് നിർത്തുകയും കൂടെ വേണം. പൊതുവേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഷ്നൈഡർ ഇലക്ട്രിക്, ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിൽ വോൾട്ടാസ്, ബ്ലൂ സ്റ്റാർ എന്നൊക്കെ പറയുന്ന പോലെ കമ്പനികളാണ് ഏറ്റവും ലോവർ ലെവലിലുള്ള AI-യുടെ ആർക്കിടെക്ചറിൽ വരുന്നത്. ദാറ്റ് ഹാസ് ഗോട്ട് നത്തിങ് ടു ഡു വിത്ത് IT. പവർ ആൻഡ് എനർജി കമ്പനീസ് ആണ് ഈ പറയുന്ന പോലെ 5th ലെയർ. അതിൻ്റെ മുകളിലത്തെ ലെയർ നോക്കാം, അതാണ് ഈ പറയുന്ന പോലെ. അപ്പോൾ ഈ സ്റ്റാക്ക്, ഏറ്റവും സ്റ്റാക്ക്, അതിൻ്റെ മുകളിലുള്ള സ്റ്റാക്ക്. ഞാനൊരു കാര്യം ചെയ്യാം, ഈ എനർജി ആൻഡ് പവർ കമ്പനീസിനെ നമുക്ക് സ്റ്റാക്ക് 1 എന്ന് പറയാം. ഏറ്റവും താഴത്തെ സ്റ്റാക്കിന് സ്റ്റാക്ക് 1 എന്ന് പറയാം. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ സ്റ്റാക്ക് 2 എടുത്ത് വയ്ക്കുകയാണെങ്കിൽ അവിടെ ഏതാണ് വരുന്നത്? അവിടെയാണ് ഈ സെമി കണ്ടക്ടർ ആൻഡ് ചിപ്സ് എന്ന് പറയുന്ന ആ ഒരു ലെയർ, ആ സ്റ്റാക്ക് വരുന്നത്. ദാറ്റ് ഈസ് സ്റ്റാക്ക് 2. ആ സ്റ്റാക്ക് 2 ഏതൊക്കെയാണ് വരുന്നത്? നമ്മൾ ഗ്ലോബൽ കമ്പനീസ് നോക്കുകയാണെങ്കിൽ NVIDIA, AMD, സാംസങ്, ഇന്റൽ പോലെയുള്ള സെമി കണ്ടക്ടർ ചിപ്സ് ഉണ്ടാക്കുന്ന കമ്പനി, മെമ്മറി ചിപ്സ് സ്റ്റോറേജ് ഉണ്ടാക്കുന്ന കമ്പനി ലൈക്ക് SK ഹൈനിക്സ്, മൈക്രോൺ, വെസ്റ്റേൺ ഡിജിറ്റൽ പോലെയുള്ള കമ്പനികളാണ് ഈ സ്റ്റാക്ക് 2 വരുന്നത്. അതായത് സെമി കണ്ടക്ടർ AI ചിപ്സിൻ്റെ സ്റ്റാക്കിൽ വരുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇന്ത്യൻ കമ്പനീസ് ഏതെങ്കിലും ഉണ്ടോ? ഒന്നും തന്നെ ഇപ്പം ഇല്ല. ഡെവലപ്പ് ചെയ്യുന്നു എന്ന് ഗവൺമെൻറ് പറയുന്നു, നമുക്കൊരു കോൺക്രീറ്റ് ആയിട്ട് പറയാൻ മാത്രം ഒന്നും ആയില്ല. ഇപ്പോൾ സ്റ്റാക്ക് 2 ഇന്ത്യൻ കമ്പനീസ് ഇല്ല, കൂടുതലും ഗ്ലോബൽ കമ്പനീസ് ആണ് എന്നുള്ള. സ്റ്റാക്ക് 1 എനർജി ആൻഡ് പവർ, സ്റ്റാക്ക് 2 എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ ആൻഡ് ചിപ്സ്. ഇനി അതിൻ്റെ മുകളിൽ വരുന്നത് സ്റ്റാക്ക് 3 ആണ്. സ്റ്റാക്ക് 3 വരുന്നത് എന്താ? ക്ലൗഡ്. എവിടെയാണ് ഇത് ഹോസ്റ്റ് ചെയ്തേക്കണേന്നുള്ളത്. അപ്പോൾ ക്ലൗഡ് കമ്പനീസ് ആണ് സ്റ്റാക്ക് 3 വരുന്നത്. ഗ്ലോബൽ കമ്പനീസ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മൈക്രോസോഫ്റ്റ് അഷ്യൂർ ഉണ്ട്, ആമസോൺ വെബ് സർവീസ് ഉണ്ട്, ഒറക്കിൾ ക്ലൗഡ് ഉണ്ട്, പിന്നെ കോർവീവ് ഉണ്ട്. അങ്ങനെ പല ലെവലിൽ പല ക്ലൗഡ് സർവീസസ് കമ്പനികളുണ്ട് എന്നുള്ളത്. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ടില്ലെങ്കിലും നമുക്ക് പറയാമെന്നുള്ളത് ജിയോ ക്ലൗഡ് ഉണ്ട്, എയർടെൽ നെക്സ്ട്ര ഉണ്ട്, പിന്നെ ഹീര നന്ദാനി ഗ്രൂപ്പിലെ റിയൽ എസ്റ്റേറ്റ് അവരുടെ യോട്ട എന്ന് പറയുന്ന ക്ലൗഡ് സർവീസസ് ഒക്കെ വരുന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ബട്ട് മൈക്രോസോഫ്റ്റിൻ്റെ അഷ്യൂറോ അല്ലെങ്കിൽ ആമസോൺ വെബ് സർവീസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അവിടെ ഒരു വലിയ പ്ലെയർ അല്ല ഇന്ത്യൻ കമ്പനീസ്. മറ്റുള്ളവർ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ് എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത. അപ്പോൾ അതാണ് സ്റ്റാക്ക് 3 ക്ലൗഡ് എന്ന് പറയും. ഇനി വരുന്നത് സ്റ്റാക്ക് 4 ആണ്. സ്റ്റാക്ക് 4 എന്ന് പറയുന്ന സ്റ്റാക്ക് 4 എന്ന് പറയുന്നത് ഈ നമ്മൾ പറയുന്നില്ലേ ഫങ്ഷണൽ LLM. ഫങ്ഷണൽ LLM എന്ന് പറഞ്ഞാൽ ലാർജ് ലാംഗ്വേജ് മോഡൽസ്. അതായത് നമ്മൾ കാണുന്ന AI ആണ് നമ്മൾ ChatGPT, ക്ലൗഡ്, പിന്നെ പെർപ്ലക്സിറ്റി, ജെമൈനി എന്നിങ്ങനെ പോലെയുള്ള കാര്യങ്ങളാണ് ഈ സ്റ്റാക്ക് 2 വരുന്നത്. LLM നമ്മൾ എന്താണ് നമ്മൾ കാണുന്നത്, ബാക്കിയെല്ലാം പുറകിലാണ്. അതായത് ക്ലൗഡ്, എനർജി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പുറകിലാണ് വരുന്നത്. നമ്മൾ യൂസ് ചെയ്യണത് ഈ സ്റ്റാക്ക് 2 കമ്പനീസ് ആണ് എന്നുള്ള. അവിടെ ഇത്രയും ഫോറിൻ കമ്പനീസ് നമ്മൾ പറഞ്ഞല്ലോ, ChatGPT, പെർപ്ലക്സിറ്റി, ജെമൈനി, ക്ലൗഡ് എന്നൊക്കെ പറഞ്ഞു. ഇന്ത്യൻ കമ്പനീസ് ആണെങ്കിലോ, ഇന്ത്യൻ കമ്പനീസ് ഡെവലപ്പ് ചെയ്യണേ ഉള്ളൂ ഇന്ത്യയുടെ ഒരു LLM എന്ന് പറഞ്ഞാൽ. അത് സർവം AI വരുന്നു എന്ന് ഗവൺമെൻറ് പറയുന്നു. പിന്നെ ക്രൂട്രിം, പിന്നെ കോറോവർ AI എന്നൊക്കെ പറഞ്ഞു വരുന്നു. എങ്കിലും മീനിങ് ഫുൾ ആയിട്ടുള്ള ഇമ്പാക്റ്റ് അവിടെയും ഇന്ത്യൻ കമ്പനീസ് ഇല്ല. അപ്പം നമ്മൾ ഇത്രയും പറഞ്ഞ സ്റ്റാക്ക് 4 ഏറ്റവും താഴത്തെ സ്റ്റാക്ക് 1 ആയിട്ടുള്ള എനർജി കമ്പനീസ് നമുക്ക് കുറച്ചുണ്ട്. സ്റ്റാക്ക് 2 സെമി കണ്ടക്ടർ ആൻഡ് ചിപ്പ് സ്റ്റാക്കിൽ നമുക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. പിന്നെ വരുന്നത് സ്റ്റാക്ക് 3 ആണ്. സ്റ്റാക്ക് 3 എന്ന് പറയുന്ന ക്ലൗഡ് സർവീസസ് ആണ്. അത് കൂടുതലും ഗ്ലോബൽ കമ്പനീസിനാണ് ഏറ്റവും കൂടുതൽ ബിസിനസ്. നമ്മുടെ കമ്പനികൾക്ക് വലിയ ബിസിനസ് ഇല്ല. സ്റ്റാക്ക് 4 എന്ന് പറയുന്നത് LLM. അവിടെയും ഇന്ത്യൻ കമ്പനീസിന് വലിയ പ്രിഫറൻസ് ഇല്ല. ChatGPT, പെർപ്ലക്സിറ്റി, ജെമൈനി അല്ലെങ്കിൽ ക്ലൗഡ് പോലെയുള്ള സാധനങ്ങൾ അവിടെ നിൽക്കുന്നു എന്നുള്ള. ഇനി അതിൻ്റെ മുകളിൽ വരുന്നതാണ് സ്റ്റാക്ക് 1. ആ സ്റ്റാക്ക് 1 ഈ
ഇന്ത്യൻ സോഫ്റ്റ്വെയർ കമ്പനീസിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അവിടെയാണ് ഈ കൂടുതലും സാസ് കമ്പനീസ്, ഗ്ലോബൽ കമ്പനീസ് ആയ ഗ്രാമർലി, സെയിൽസ് ഫോഴ്സ് എന്നിങ്ങനെയൊക്കെയുള്ള അതായത് വരുന്നത് അവിടെയാണ്. ഇന്ത്യൻ കമ്പനീസ് ആയ സോഹോ, ഫ്രഷ് വർക്ക്, അതായത് നമ്മൾ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ആപ്പ് അല്ലേ, അതാണ് ഈ ആപ്ലിക്കേഷൻ ലെവൽ എന്ന് പറയുന്നത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ IT കമ്പനീസായ ഇൻഫോസിസ്, HCL ടെക്, വിപ്രോ, TCSനൊക്കെ ഇമ്പോർട്ടൻസ് വരുന്നതെന്നുള്ള. ഇപ്പോൾ ഈ ലെവലിലുള്ള ശരിക്കും പറഞ്ഞ ഒരു ആർക്കിടെക്ചർ, AI ആർക്കിടെക്ചർ എന്ന് പറയുന്നത്, ഈ ആർക്കിടെക്ചറിൽ ഇന്ത്യൻ IT കമ്പനീസ് ഏറ്റവും കൂടുതൽ, കാര്യം ഇന്ത്യൻ IT കമ്പനീസ് എന്താ ചെയ്യുന്നത്, ഇന്ത്യൻ IT കമ്പനീസ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നു, എന്നിട്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഈ LLM മോഡൽസായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, ടെസ്റ്റ് ചെയ്യുന്നു, ഇതെല്ലാം ചെയ്യുന്നതാണ് ഇന്ത്യൻ കമ്പനീസ്. അപ്പോൾ ഇന്ത്യൻ കമ്പനീസ് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് വരുന്നത്, സോഫ്റ്റ്വെയർ കമ്പനീസിന് ഇമ്പാക്റ്റ് വരുന്നത് സ്റ്റാക്ക് 5 ഏറ്റവും മുകളിലുള്ള ആപ്ലിക്കേഷൻ ലെവൽ, പിന്നെ കുറച്ച് ഈ പറഞ്ഞ പോലെ സ്റ്റാക്ക് 4ഉം സ്റ്റാക്ക് 3, അതായത് ക്ലൗഡ് സർവീസ് ഉപയോഗിച്ച് ക്ലൗഡിൽ നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നു, നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നു, ബാക്ക്വേർഡായിട്ട് LLMs ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ സ്റ്റാക്ക് 3ഉം സ്റ്റാക്ക് 4ഉം സ്റ്റാക്ക് 5 ആപ്ലിക്കേഷൻ്റെ താഴെ വരുന്ന LLMs, അതിൻ്റെ താഴെ വരുന്ന ക്ലൗഡ്, ഈ 3 ഭാഗത്താണ് ഇന്ത്യൻ കമ്പനീസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. മെയിൻലി അറ്റ് നമ്പർ 5, നമ്പർ 3യും യൂസ് ചെയ്യുന്നുണ്ട്, നമ്പർ 4ഉം യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് ഇന്ത്യൻ IT കമ്പനീസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇമ്പാക്റ്റ് ആവോ, സാസിന് വേണ്ടി ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്ന ഇന്ത്യൻ കമ്പനീസിന് ഇമ്പാക്റ്റ് ആവാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞ് എല്ലാ ഇന്ത്യൻ IT കമ്പനീസിനും, എല്ലാ ഇന്ത്യൻ IT കമ്പനീസിൻ്റെ വെർട്ടിക്കലിലും ഡൊമൈനിലും ഈ AI ടൂൾസ് അഫക്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും തോന്നുന്നില്ല. ബട്ട് ഈ ലെവലിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനി, കാര്യം എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, AI ടൂൾ വന്നു എന്നൊക്കെ നമ്മൾ പറയണമെങ്കിലും ഒരു കമ്പനിയിൽ പോയി അവരുടെ ബിസിനസ് മോഡൽ പഠിച്ച്, അവരുടെ യൂസർ ബിഹേവിയർ പഠിച്ച്, ഇത് ഡിസൈൻ ചെയ്ത് മോഡൽ ചെയ്ത് നമ്മൾ AI ആയിട്ട് ആ സോഫ്റ്റ്വെയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഒരു അഗ്രിഗേറ്ററായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ സോഫ്റ്റ്വെയർ കമ്പനി വേണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനിഷ്യൽ സ്റ്റഡിയാണ്, ഞാൻ തെറ്റാം. ബട്ട് ഈ പറയുന്ന പോലെ ചില ഭാഗങ്ങളിൽ ഇന്ത്യൻ ആൾക്കാരെ ഉപയോഗിച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ചില കാര്യങ്ങളിൽ വർക്ക് ഫോഴ്സിന് ചിലപ്പോൾ വേണ്ടി വരില്ല. ടോട്ടലായിട്ട് ഇൻഫോസിസിന് ഒരു പ്രോജക്റ്റ് കിട്ടിയേക്കാം, TCSനും HCL ടെക്കിനും ഒക്കെ പ്രോജക്റ്റ് കിട്ടിയേക്കാം. ഇതെല്ലാം എല്ലാ കാര്യങ്ങളൂടെ ക്ലൗഡ്, പിന്നെ ഈ പറയുന്ന പോലെ എന്താ പറയുക LLMs, ആപ്ലിക്കേഷൻസ്, ഇത് 3ഉം ഇൻ്റഗ്രേറ്റ് ചെയ്യണ ജോലി കിട്ടിയേക്കാം. പക്ഷേ അതിൽ കോഡ് ചെയ്യേണ്ട കാര്യങ്ങളിലുള്ള എംപ്ലോയീസിനെ ഇനി ചിലപ്പോൾ നമുക്ക് സിസ്റ്റത്തിൽ ആവശ്യം വരില്ല. അപ്പോൾ കുറച്ച് വർക്ക് ഫോഴ്സിനെയും ചില പാർട്ട് ഓഫ് റവന്യൂവും നമുക്കിനി കുറഞ്ഞേക്കാം. ബട്ട് എക്സിസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ നോക്കുന്നത് എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മളെ സംബന്ധിച്ച് ഇന്ത്യൻ IT എംപ്ലോയീസ് വളരെ സ്കിൽഡ് ആയിട്ടുള്ള, ട്രസ്റ്റബിൾ ആയിട്ടുള്ള, ഇംഗ്ലീഷ് സ്പീക്കിംഗ് പീപ്പിൾ ആയതുകൊണ്ട് നല്ല കോഡ് സെറ്റ്സ്, അതായത് നമ്മൾ ഇവിടെ നിന്നുള്ള ആൾക്കാർ ചെയ്യേണ്ടത് എങ്ങനെ ഈ പറയുന്ന AI ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവാം എന്നുള്ള സ്കിൽ സെറ്റ്സ് ആയിരിക്കും കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യണം. ഈ പ്യുവർ വാനില സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് മിക്കവാറും ചിലപ്പോൾ ഒബ്സലീറ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ള. അപ്പോൾ കുറച്ച് വർക്ക് ലോഡ് പോകാനുള്ള ചാൻസസ് ഹൈ ആണ്. പിന്നെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇതൊരു വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി ആണോ? വാല്യുവേഷനും പ്രൈസും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ടെംപ്റ്റഡ് ആയേക്കാം. ബട്ട് ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിക്കണം, അതായത് വെറും ലീഗൽ സർവീസസ് ഡൊമൈനിലും വെൽത്ത് മാനേജ്മെൻറ്റ് ഡൊമൈനിലും 2 ന്യൂസ് വന്നപ്പം ഏതാണ്ട് 8 ലക്ഷം കോടി മാർക്കറ്റ് ക്യാപ്പ് പോയി. ഇനി എത്ര ഡൊമൈൻ്റെ ന്യൂസ് വരാൻ കിടപ്പുണ്ട്? എത്ര ഡൊമൈൻ, ലോജിസ്റ്റിക്സ്, മറ്റേത്, ഹെൽത്ത് കെയർ, ഇൻഷുറൻസ്, ഫിനാൻഷ്യൽസ്, ബാങ്കിങ്, ഇങ്ങനെയുള്ള ഓരോന്ന് വരുമ്പോഴും ഇത് മാർക്കറ്റിൽ ഇമ്പാക്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഡി റേറ്റിംഗ് സ്റ്റോക്സിൽ വരുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ പൊതുവേ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, വിൽ യു ക്യാച്ച് എ ഫോളിങ് നൈഫ്? അത് വെറും ഫോളിങ് നൈഫ് അല്ല, ഒരു ക്ലൗഡി മിസ്റ്റി എൻവയറൺമെൻറ്റ്, അതായത് നമുക്ക് എന്താണെന്ന് ക്ലാരിറ്റി കിട്ടാത്ത എൻവയറൺമെൻറ്റിൽ നിങ്ങൾ കയറി കത്തിയെ പിടിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. വ്യക്തിപരമായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കണമെങ്കിൽ വേറെ എവിടെയും ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തവർ മാത്രം ഇങ്ങോട്ട് പോകേണ്ട കാര്യമുള്ളൂ. നമ്മളെ സംബന്ധിച്ച് ആരും പറയണില്ലല്ലോ നിങ്ങൾ IT തന്നെ മേടിച്ച് കാശ് ഉണ്ടാക്കണം എന്നുള്ളത്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. മാർക്കറ്റിൽ മറ്റുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതുകൊണ്ട് ഞാൻ ഈ സ്ഥലത്തോട്ട് പോകുന്നില്ല. കാര്യം അത് വാല്യൂ ആവാം, നല്ലൊരു പ്രൈസ് ആയിരിക്കാം. പക്ഷേ ഇനി ഒരു ന്യൂസ് വരുമ്പോൾ സ്റ്റോക്സിന് അടി കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല എന്നുള്ള കാര്യത്തിലാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ
IT-യുടെ കാര്യത്തിൽ ഒന്ന് വെയിറ്റ് ആൻഡ് വാച്ച് പോളിസി ആയിരിക്കും. ഇത് വ്യക്തിപരമായ കാര്യമാണ്, നിങ്ങൾ അതേപോലെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. എന്നെ സംബന്ധിച്ച് വേറെ എവിടെയെങ്കിലും വാല്യൂ ഉണ്ടോ? തീർച്ചയായിട്ടും വേറെ സ്ഥലത്ത് ഞാൻ വാല്യൂ കണ്ടുപിടിക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥലത്ത് ഇറങ്ങാത്തത് എന്നുള്ളതാണ്. ഞാനിപ്പോൾ നോക്കുമ്പോൾ ഈ Q3 FY26 ഏർണിങ്സ് നോക്കുമ്പോൾ നിഫ്റ്റി 50 10% ഗ്രോ ചെയ്തിട്ടുണ്ട് ഏർണിങ്സ്, നിഫ്റ്റി 100 12% ഗ്രോ ചെയ്തിട്ടുണ്ട്, നിഫ്റ്റി മിഡ് ക്യാപ്പ് 150 16% ഗ്രോ ചെയ്തിട്ടുണ്ട്, നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 250 19% ഗ്രോ ചെയ്തിട്ടുണ്ട്, നിഫ്റ്റി മൈക്രോ ക്യാപ്പ് 250 15% ഗ്രോ ചെയ്തിട്ടുണ്ട്. അതായത് പല കമ്പനീസ് 10,000 crores to 20,000 crores മാർക്കറ്റ് ക്യാപ്പിൽ നല്ല ക്യാഷ് ഫ്ലോ ഉള്ള, നല്ല സ്ട്രോങ് ബാരിയർ ഓഫ് എൻട്രി ഉള്ള ബിസിനസ് മോഡലില്ല, നല്ല ഹൈ ROE ഉള്ള, നല്ല ഡെപ്റ്റ് എടുക്കാത്ത, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ക്ലാസ് ബിസിനസ് മോഡൽസ് ഉള്ള ഒരുപാട് കമ്പനീസ്, അറ്റ്ലീസ്റ്റ് ഒരു 7-10 കമ്പനീസ് ഈ 10,000 crores to 20,000 crore മാർക്കറ്റ് ക്യാപ്പിൽ അവൈലബിൾ ആണ്. ഞാൻ അവിടെ ഡീപ്പ് വാല്യൂ കാണുന്നു. ആ ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി, അതായത് ഡിസ്റപ്ഷൻസ് ഒന്നും ഇല്ലാത്ത ഓപ്പർച്യൂണിറ്റി ഞാൻ കാണുമ്പോൾ എന്തിനാണ് ഈ പറയുന്ന പോലെ ഹേസി ആയിട്ടുള്ള ക്ലാരിറ്റി ഇല്ലാത്ത സെക്ടറിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നമുക്കറിയില്ല എന്നുള്ളത്. ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു വയ്ക്കാം. കഴിഞ്ഞ കൊല്ലം ഏതാണ്ട് ഇതേ സമയത്ത് നമ്മൾ ഓപ്പണിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ആദ്യം തുടങ്ങുന്ന സമയത്ത് അന്ന് സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിൽ നമ്മൾ ഫോഴ്സ് മോട്ടോഴ്സ് എന്ന് പറയുന്ന സ്റ്റോക്ക് നമ്മൾ ഫീച്ചർ ചെയ്തു. എനിക്ക് തോന്നുന്നു 6,500 രൂപ എങ്ങാണ്ടായിരുന്നു ആ സ്റ്റോക്കിൻ്റെ വില. നമ്മൾ പറഞ്ഞു ഇത്രയും ഇൻഡസ്ട്രി എന്തൊക്കെ തന്നെ വന്നാലും, എന്തൊക്കെ AI വന്നാലും, എന്തൊക്കെ ട്രേഡ് ടാരിഫ് വന്നു, കാര്യം അന്നത്തെ ഡിസ്കഷൻ കംപ്ലീറ്റ് ട്രേഡ് ടാരിഫ്, US റിസഷൻ വന്നാലും ഇന്ത്യയിൽ പല ഇൻഡസ്ട്രിക്ക് സെർവ് ചെയ്യുന്ന വെഹിക്കിൾസാണ് അവർക്കുള്ളത്. അതായത് ഒരു ആംബുലൻസ് ആയിട്ടും അത് ഓടുന്നു, സ്കൂൾ ബസ്സായിട്ട് ഓടുന്നു, ടൂറിസ്റ്റുകളെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഓടിക്കുന്നു, പല ജനറൽ സർവീസിലും ഓടിക്കുന്നതാണ് ടെമ്പോ ട്രാവലർ എന്ന വണ്ടി. അന്ന് നമ്മൾ ഫോഴ്സ് മോട്ടോഴ്സ് എന്ന ബിസിനസ്സിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, അന്നത്തെ യൂട്യൂബ് വീഡിയോയുടെ അടിയിൽ ഒരു പ്രേക്ഷകൻ കമൻറ്റ് ചെയ്താണ്, എനിക്ക് ടെമ്പോ ട്രാവലർ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഈ സ്റ്റോക്ക് മേടിക്കില്ല എന്ന്. അവിടുന്ന് ഈ 6,500 ഇന്ന് നോക്കുമ്പോൾ 23,000 ചില്ലുവാൻ, അതായത് 4 ടൈംസ് റിട്ടേൺ ആണ് ഒരു കൊല്ലം കൊണ്ട് ഫോഴ്സ് മോട്ടോഴ്സ് തന്ന്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠം എന്താ? നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇഷ്ടങ്ങളെയും അനിഷ്ടങ്ങളെയും അല്ല നമ്മൾ ഇതിനകത്ത് നോക്കേണ്ടത്. എവിടെയാണ് ഓപ്പർച്യൂണിറ്റി ഉള്ളത് അവിടെയാണ് പൈസ ഉള്ളത്. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. അതായത് ഞാനും നിഖിലും ഇവിടെ ഇരിക്കുന്നു, നമ്മളൊരു ബ്യൂട്ടി പേജൻറ്റ്, അതായത് മിസ് യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു ഈവൻറ്റ് നടക്കുന്നു എന്ന് വിചാരിക്കാം. നമ്മളിവിടെ ഇരുന്ന് TV കാണുമ്പോൾ നമ്മൾ രണ്ടുപേരും ബെറ്റ് വയ്ക്കുകയാണ്, ആ കണ്ടസ്റ്റൻറ്റ് ഫസ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നിഖിൽ പറയുന്നത് മറ്റൊരു കണ്ടസ്റ്റൻ്റ് ആണ് ഫസ്റ്റ് ആവാനുള്ള ചാൻസ്. നമ്മൾ രണ്ടുപേരും എന്താണ് മാനദണ്ഡമായിട്ട് നമ്മൾ ഈ ബെറ്റ് വയ്ക്കാൻ കാര്യം? നമ്മൾ പറഞ്ഞത് എന്താ? നമുക്കിഷ്ടമുള്ള ആളെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഔട്ട്കം എന്തായിരിക്കും അറിയോ? റിസൾട്ട് ജഡ്ജസ് ആരെയാണോ എടുക്കാൻ പോകുന്നത് അവരാണ് ജയിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ കണ്ടസ്റ്റൻറ്റിനെക്കാളും കൂടുതൽ നമ്മൾ അനലൈസ് ചെയ്യേണ്ട ആരെയെന്നറിയോ? ജഡ്ജസിനെ. ജഡ്ജസിൻ്റെ എക്സ്പ്രഷൻ, ജഡ്ജസിൻ്റെ ക്വസ്റ്റ്യൻ, ജഡ്ജസിൻ്റെ ലെവൽ ഓഫ് എന്താ പറയുക, അവരുടെ സാറ്റിസ്ഫാക്ഷൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളല്ല നമ്മൾ മാർക്കറ്റിലേക്ക് പ്രാവർത്തികമാക്കേണ്ടത്. നമ്മുടെ അവിടെ റാഷണാലിറ്റി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതിൻ്റെ പുറകെ പോവുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചോളം നല്ല രീതിയിലുള്ള ഹാൻഡ്സം റിട്ടേൺ ഉണ്ടാക്കാവുന്ന നല്ല ക്വാളിറ്റി സ്റ്റോക്സ് അറ്റ്ലീസ്റ്റ് 8-10 ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റിൽ, അതായത് ആ കമ്പനിയുടെ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റിൽ ട്രേഡ് ചെയ്യുന്ന, ഡിസ്റപ്റ്റ് ചെയ്യാത്ത ബിസിനസ് മോഡലുണ്ട്. നല്ല ക്യാഷ് ഫ്ലോ, പോസിറ്റീവ് ക്യാഷ് ഫ്ലോ ഉള്ള, നല്ല ഹൈ ROE ഉള്ള, നല്ല ഓപ്പറേറ്റിംഗ് മാർജിൻ ഉള്ളത്. അവരുടെ ക്യാപെക്സ് സൈക്കിൾ കഴിഞ്ഞിട്ട് ഇനി അവരുടെ ഒരു ക്യാഷ് ഫ്ലോ ത്രോയിങ് ഓപ്പറേറ്റിംഗ് മാർജിൻ എക്സ്പാൻഡ് ചെയ്യുന്ന ബിസിനസ് സൈക്കിളിൽ കിടക്കുന്ന കമ്പനികളുണ്ട്. അങ്ങനെയുള്ള കമ്പനി കിടക്കുമ്പോൾ അൺസർട്ടൺ ആയിട്ടുള്ള, ക്ലൗഡ് ആയിട്ടുള്ള, കൺഫ്യൂസ്ഡ് ആയിട്ട് കിടക്കുന്ന IT കമ്പനീസിൽ പോകണോ വേണ്ടേ എന്നുള്ളത് ഞാൻ ആലോചിക്കും എന്നുള്ളത്. ഇത് പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ വിട്ടുതരുന്നു. ഞാൻ ഈ പറയുന്ന ഒരു സ്റ്റോക്സും അല്ലെങ്കിൽ ഒരു ഐഡിയാസും ഒരു സോളിസിറ്റേഷനോ അഡ്വൈസോ റെക്കമെൻഡേഷനോ ആയിട്ട് കരുതാതിരിക്കുക. വെറും അക്കാഡമിക് പർപ്പസിന് വേണ്ടിയിട്ടും പ്രേക്ഷകരെ മനസ്സിലാക്കി തരാനും വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞതെല്ലാം തെറ്റാം, എനിക്ക് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് കാണുമായിരിക്കാം. ടേക്ക് മീ വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. ഞാനൊരു സാധാരണക്കാരനാണ്. ഞാൻ എൻ്റെ ഐഡിയയിൽ ഒരു AI ആർക്കിടെക്ചർ പറഞ്ഞു. AI ആർക്കിടെക്ചറിൽ പറഞ്ഞിട്ട് എവിടെയാണ് ഇന്ത്യൻ കമ്പനീസിൻ്റെ ഇമ്പാക്റ്റ് വരുന്നതെന്ന് പറഞ്ഞു. അത് മാത്രമല്ല JP മോർഗൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് എങ്ങനെയായിരിക്കാം IT കമ്പനീസിൻ്റെ വാല്യുവേഷനും പറഞ്ഞു എന്നുള്ള. അപ്പോൾ ഇതൊരു ഹിസ്റ്റോറിക് ഓപ്പർച്യൂണിറ്റി ആണോ അല്ലേ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ളതാണ്. ബട്ട് ഈവൻ ദെൻ ഒരു ചോദ്യചിഹ്നം മാത്രം നിൽക്കുന്നു, ഇവിടുന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ കിട്ടുമോ? ഗോഡ് നോസ്. ഷുഡ് യു ഇൻവെസ്റ്റ് in a trade where there is uncertainty, or should you invest in a trade where there is certainty? There are certain investment opportunities ഷുവർ ആയിട്ടും കിട്ടുന്നത്. അവിടെ നോക്കാതെ നമ്മൾ ഇവിടെ പോകണോ ഇല്ലേ എന്നുള്ളത്
നിങ്ങൾക്ക് വിട്ടു വന്നിരിക്കുന്നു എന്ന് മാത്രം. ഓവർ ടു യു നിഖിൽ. നമ്മളെ ബാക്കിയുള്ള ഡിസ്കഷൻസിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. നിലവിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ സാർ ഇപ്പോൾ സൂചിപ്പിച്ചിരുന്നു അമേരിക്കൻ മാർക്കറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം AI ഡിസ്റപ്ഷൻ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിലും ഒരു പോക്കറ്റ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലാതെ ഒരു മാർക്കറ്റിന് ഒരു സ്ട്രെങ്ത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അതായത് റീസെൻ്റ്ലി വന്നിരുന്ന ഒരു റിപ്പോർട്ട് ഇപ്പോൾ പറയുന്നത് ചൈനീസ് മാർക്കറ്റുകളുടെ ഭാഗത്തു നിന്നും കാര്യമായ രീതിയിലുള്ള ഒരു പെർഫോമൻസ് നിലവിൽ ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യേണ്ട എന്നതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ മറ്റൊരു ഫേസിലേക്ക് കടന്നിരിക്കുകയാണ്. അതായത് കാര്യമായിട്ടുള്ളൊരു അപ്സൈഡ് ഇപ്പോൾ ഗ്ലോബലി തന്നെ ലിമിറ്റ് ചെയ്യപ്പെടുന്നു എന്നൊരു പ്രശ്നം മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നുണ്ടോ? ചെയ്യാം. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഇൻഡെക്സിന് ഏറ്റവും ഡ്രാഗ് ആയിട്ട് വന്ന് നിൽക്കുന്നത് നിഫ്റ്റി IT ഇൻഡെക്സ്. നിഫ്റ്റി IT ഇൻഡെക്സിലെ സ്റ്റോക്സിൻ്റെ സെൽ ഓഫ് ആണ് നമ്മുടെ നിഫ്റ്റിയെ കൂടുതലും ഇമ്പാക്ട് ചെയ്തേക്കാണ്. അതായത് നമുക്കിപ്പോൾ നിഫ്റ്റിയിൽ നിന്ന് ഒരുപാട് റീഡിങ് കിട്ടില്ല. കാര്യം എന്നറിയോ, നിഫ്റ്റിയിൽ കൂടുതലും IT-യുടെ ഇമ്പാക്റ്റ് കിടക്കുന്നതുകൊണ്ട് നിഫ്റ്റിയുടെ റീഡിങ് നമുക്ക് കറക്റ്റ് അല്ല. അപ്പോൾ IT-യെ മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ നിഫ്റ്റിയെ റീഡ് ചെയ്യാൻ എന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ഓവർ ദ വീക്കെൻഡ് എന്താ നമ്മൾ പറഞ്ഞത്, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് മോഡലുള്ള കമ്പനീസ് നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇല്ലോജിക്കലാണ്. ഇന്ത്യൻ കമ്പനീസ് സർവൈവ് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ടോപ്പ് IT കമ്പനീസിൻ്റെ ആൾക്കാരെല്ലാം പറഞ്ഞേക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ഒരേ ഒരു കാര്യമുള്ളൂ, അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആണ് പ്രൊമോട്ടേഴ്സിനെങ്കിൽ ഗോ ഔട്ട് ആൻഡ് ബൈ യുവർ ഷെയർസ്. നിങ്ങൾക്ക് മാർക്കറ്റിൽ പോയി നിങ്ങൾക്ക് പ്രൊമോട്ടറിന് ക്രീപ്പിംഗ് അക്യൂസിഷൻ നടത്തിക്കൂടെ? ഇഫ് യു സീ ദാറ്റ് ഇന്ത്യൻ IT കമ്പനീസിനെ ഇത് ഇമ്പാക്റ്റ് ചെയ്യില്ല എന്ന് വിചാരിക്കുക, ഇമ്പാക്റ്റ് ചെയ്യില്ല, ഇല്ലോജിക്കലാണ്, മാർക്കറ്റ് നീജർക്ക് റിയാക്ഷനിൽ മാർക്കറ്റ് ഇല്ലോജിക്കൽ ആയിട്ടാണ് ഇതിനെ പ്രൈസിങ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് IT സ്റ്റോക്സ് അടിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വളരെ അട്രാക്റ്റീവ് വാല്യുവേഷനിലാണ് നിങ്ങളുടെ തന്നെ സ്വന്തം കമ്പനിയുടെ സ്റ്റോക്സ് എങ്കിൽ ഇത്രയും പ്രൊമോട്ടേഴ്സ്, കാര്യം നമ്മൾക്കറിയാം ക്യാഷ് റിച്ച് ആയിട്ടുള്ള പ്രൊമോട്ടേഴ്സാണ്, റൈറ്റ് ഫ്രം ടാറ്റ മാനേജ്മെൻറ്റ് ടു ഇൻഫോസിസ് മാനേജ്മെൻറ്റ് ടു വിപ്രോ മാനേജ്മെൻറ്റ് ടു HCL ടെക്, ഇവരെല്ലാവരും ചെയ്യുന്ന ഫിലാന്ത്രോപ്പിയുടെ എമൗണ്ട് CSR തന്നെ നോക്കുകയാണെങ്കിൽ വലിയ എമൗണ്ടാണ്. അതിൻ്റെ അർത്ഥം എന്താ, ഇവർ നല്ല ക്യാഷ് റിച്ച് ആയിട്ടുള്ള കമ്പനിയാണ്, മിക്കതും ഡെപ്റ്റുള്ള കമ്പനിയല്ല IT കമ്പനീസ്. നിങ്ങൾക്ക് അത്രയ്ക്ക് വിശ്വാസമുണ്ട് ഇത് വെറും ഇല്ലോജിക്കലും ടെമ്പററി ആണെങ്കിൽ ഗോ ഔട്ട്, നിങ്ങളുടെ വാളറ്റ് യൂസ് ചെയ്യൂ, നിങ്ങൾ അതിൽ നിന്ന് പൈസ ഫ്ലാഷ് ചെയ്യൂ, നേരെ പോയി നിങ്ങളുടെ ഷെയർ പർച്ചേസ് ചെയ്യൂ. അതോടുകൂടി തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഇന്ത്യൻ മാർക്കറ്റിൽ. എന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല, അഭിപ്രായം മാത്രം പറയുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ ഇന്ത്യൻ IT കമ്പനീസിൻ്റെ ഒരു അൺസർട്ടനിറ്റിയാണ് അതിനകത്ത് പ്രശ്നം. പക്ഷേ IT കമ്പനീസാണ് നമ്മുടെ ഫസ്റ്റ് റൗണ്ടിൽ സെൽ ഓഫ് വന്നത് അല്ലേ. ഇനിയിപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്നറിയോ, ഇനിയിപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഇതിനു മുമ്പേ നമ്മൾ പറഞ്ഞിരുന്നു മഹീന്ദ്ര ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ അവരെടുത്ത സ്റ്റെപ്സ് കാരണം ആ സ്റ്റോക്ക് എത്രത്തോളം കയറി എന്നുള്ളത്. ഒരു സ്റ്റോക്ക് കയറി എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, അതായത് ആ സെക്ടറിൽ ഡിസ്റപ്ഷൻ ഉണ്ടായാലും ഞങ്ങൾ പിടിച്ചു നിൽക്കും എന്ന് മഹീന്ദ്ര ലോജിസ്റ്റിക്സ് കാണിച്ചു. കാര്യം എന്താ, ഞങ്ങൾ AI ഞങ്ങളുടെ ബിസിനസ് മോഡലിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് കാരണം തന്നെ ഞങ്ങളുടെ ഇൻവെൻട്രി, ഞങ്ങളുടെ ഈ പറയുന്ന പോലെ എന്താണ് ഗുഡ്സിൻ്റെ ഡാമേജ്, ഇതൊക്കെ ഞങ്ങൾ ഏതാണ്ട് 80% പരിഹരിച്ചു എന്നുള്ള രീതിയിലേക്ക് അവർ പറഞ്ഞു എന്നുള്ള. അതായത് എങ്ങനെ മറ്റുള്ള ഇൻഡസ്ട്രീസിലുള്ള കമ്പനി അഡാപ്റ്റ് ചെയ്യുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡിസ്റപ്ഷൻ എറയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് ലെവൽ ഓഫ് ഹിറ്റ് എവിടെ വന്നിരിക്കുന്നത്, ഇന്ത്യൻ സോഫ്റ്റ്വെയർ കമ്പനീസിൽ. ഇനി ഡൊമൈൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അതിൽ ലോജിസ്റ്റിക്സ് കമ്പനീസിന് വരാം. അതുകൂടാതെ തന്നെ നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ബജാജ് ഫിനാൻസിൻ്റെ മാനേജ്മെൻറ്റ് പറഞ്ഞ എന്താ, ഞങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ചാറ്റ് ബോട്ടും ഞങ്ങളുടെ കയ്യിൽ ഇൻകോപ്പറേറ്റ് ചെയ്തത് കാരണം ഞങ്ങൾക്ക് എക്സ്ട്രാ വന്ന ബിസിനസ് 300 crores മുകളിലാണ് എന്നുള്ള. 300 crores മുകളിൽ ഞങ്ങൾ AI ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ട് മാത്രം, ഞങ്ങളുടെ ബിസിനസ് പ്രോസസ്സിൽ ചെയ്തുകൊണ്ട് മാത്രം. ദാറ്റ് മീൻസ് ദേ ആർ ഓൾസോ AI റെഡി. ഏതൊക്കെ കമ്പനി AI റെഡി, ദാറ്റ് ഈസ് ഗെറ്റിംഗ് റീറേറ്റിംഗ് ഇൻ എ മാർക്കറ്റ്, whereas the other stocks will go for a de-rating in the second phase. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് അത് നോക്കി വേണം മുന്നോട്ട് പോകാൻ. നമുക്കൊരു ഡിസ്ക്ലെയിമർ ആയിട്ട് പറയാനുള്ളത്, നമ്മളിവിടെ ചർച്ച ചെയ്തിരിക്കുന്ന ഒരു ഓഹരിയെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽസും ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ ഏതൊരു നിക്ഷേപം നടത്തുന്നതിന് മുമ്പും ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിൻ്റെ സേവനം തേടിയതിന് ശേഷം മാത്രം നടപ്പാക്കുക എന്നൊരു കാര്യമാണ് നമുക്ക് എന്നും പറയുന്നത് പോലെ പറയാനായിട്ടുള്ളത്. ഇന്നത്തെ ഒരു ഓപ്പണിംഗ് അവേഴ്സിൻ്റെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെ രാവിലെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. Opening hours with MyFin. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ MyFin TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.